ടോക്സിക് അപരാധം റിയാക്ഷൻ വീഡിയോ ആണ്. സത്യം പറയാം, ഓണമായിട്ട് ആ സിനിമ കാണാൻ വേണ്ടി രാവിലെ 6 മണിക്ക് ആ തിയേറ്ററിൽ കയറി 3 മണിക്കൂർ നമ്മളെ അതിനകത്ത് ഇരുത്തി ഈ ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ ചേച്ചി വലിച്ചങ്ങോട്ട് കീറി എന്ന് വേണം പറയാൻ. എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു മുണഞ്ഞ സിനിമ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരു പക്ഷേ അപ്പം കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ചെയ്തതും ഞാൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ആ റിവ്യൂ ചെയ്ത സമയത്ത് കുറേ പേർ വന്നിട്ട് പറഞ്ഞു, പടം തീർന്നില്ലല്ലോ, തീരുന്നതിന് മുമ്പേ നിങ്ങൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്നത് എന്താണ്? ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. കാട്ടപരാധം എന്ന് പറഞ്ഞാൽ പോരാ, കട്ട അപരാധം എന്ന് തന്നെ പറയണം. അമ്മാരി ഒരു മൂഞ്ചിയ സിനിമയാണ് ഗീതു മോഹൻദാസ് ചേച്ചി അങ്ങ് അവിടെ പോയിട്ട് എടുത്തു വെച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യാഷും പെട്ടുപോയി എന്ന് വേണം പറയാൻ. ഇതിൻ്റെ പകുതിയൊക്കെ യാഷ് ഡയറക്ടർ എന്നൊക്കെയാണ് പറയുന്നത്, പ്രൊഡ്യൂസറും യാഷ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മമ്മൂക്കാട കസബ എന്ന സിനിമ ഇറങ്ങിയ സമയത്താണ് നമ്മുടെ ഗീതു മോഹൻദാസും റീമ കല്ലിങ്കലും അവരുടെ ഈ ഫെമിനിസം കൊണ്ട് നടക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞ് മമ്മൂക്ക കാണിച്ചത് തെറ്റാണ്, ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ആണുങ്ങളുടെ മുകളിൽ സ്ത്രീകളെ ഇരുത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ആണുങ്ങൾക്ക് മുകളിൽ തന്നെയാണ് ചേച്ചി ഈ സ്ത്രീകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ സിനിമ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 3 മണിക്കൂർ നിങ്ങളത് വേസ്റ്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഓണം അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിവിൻ പോളി നായകനായിട്ട് എത്തിയ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമ 1, 2, 3 പ്രാവശ്യം കണ്ടാലും ഒരു കുഴപ്പമില്ല. നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയെങ്കിലും കിട്ടും. എന്തായാലും നമുക്ക് ഈ ടോക്സിക് അപരാധത്തിൻ്റെ ഈ ഒരു ട്രോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. എന്താ കേട്ടാ, വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രനായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. ആരെ കെട്ടിക്കാൻ ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. ആരെ കെട്ടിക്കാനാടാ ഇതുണ്ടാക്കിയിട്ടേക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ തന്നെ എന്നെ ഉണ്ടാക്കണോ? എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്? എന്താ നീ പറഞ്ഞുണ്ടാക്കുന്നത്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടിയിട്ട്. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ചേട്ടാ പറയൂടാ, ചേട്ടാ ശരിക്കും എന്താണ് സംഭവിച്ചത്? സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്ക എന്ന് ഹോളിവുഡ് ലെവലിൽ ചേച്ചി തെളിയിച്ചു. അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അച്ഛൻ എങ്ങനെ പ്ലക്കണമെന്ന് കാണാൻ വേണ്ടി കൊണ്ടുവച്ച പടം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഇത്രയും വേസ്റ്റ് ആയിട്ട് എടുക്കുക. അതായത് ലൈഫ് ടൈമിൽ ഇത്രയും ഒരു വേസ്റ്റ് ഇവിടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അറിയാന്നേ പറഞ്ഞല്ലേ പോകാം. നാടകം എന്ന് വെച്ചാൽ A ക്ലാസ് നാടക ലെവലിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാണിത്? ആരെ കെട്ടിക്കാൻ ഉണ്ടാക്കിയിട്ടേക്കോ ഇത്? യശിന്റെ 4 വർഷത്തെ ഡെഡിക്കേഷൻ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി കൊടുത്ത് എവിടെ കിടന്ന യാശിനെ വിളിച്ചുകൊണ്ടിട്ട് ഊക്കിയിട്ട് ഗീതു മോഹൻദാസ്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? വരുന്നു പ്ലക്കുന്നു പോകുന്നു, വരുന്നു പ്ലക്കുന്നു പോകുന്നു. 3.5 മണിക്കൂർ ഇതാണ് ഈ പടം മൊത്തം. അതൊരു വല്ലാത്ത ഏർപ്പാടായി പോയി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. മാസൂല ക്ലാസ്സുകൾ ഉണ്ടയില്ലാത്ത ഒന്നിനും കൊള്ളാത്ത പടം. ഇത് നാളെ മടങ്ങും. ഇന്നത്തേക്കുള്ള ഷോ ഉള്ളൂ, നാളെ ഇത് കട്ടയ്ക്ക് കയറും. ഒന്നുമില്ല പടത്തിനകത്ത്. അവിടെ ചിരിയായിരുന്നു, കോമഡി എന്റർടൈനർ ആയിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോ. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ല ഇതൊക്കെ പറ്റിപ്പാണം. അത് ജീവൻ തിരിച്ചു കിട്ടിയ ഫീലാണോ? ഇവിടെ ഇരിക്കുന്നവന് ക്ഷമ വേണം. ആ ക്ഷമ നശിച്ചാട്ടാ ഞാൻ ഇറങ്ങി വരുന്നത്. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. അസഹനീയം ഡയറക്ടറിന് പണി അറിഞ്ഞൂടാ. എടാ മോനെ, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ടേനെ. എന്നാൽ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത്. എനിക്ക് കുന്തം അറിയില്ല. എനിക്കോ കണ്ടന്റ് ഉണ്ട്, പക്ഷെ എടുത്തു വെച്ചിരിക്കാൻ വളരെ മോശമായിട്ടാ. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? എല്ലാ തരത്തിലും നീ തന്നെ ഉത്തരവാദി. ഓക്കെ. മലയാളം പടം വല്ലതും പോയി കാണാം. അത്രേ ഉള്ളൂ. മലയാളം ഡയറക്ടറുടെ പടമാണ്, വേറെ പടം കാണുന്നതല്ല. പടം കാട്ടവരാതായിരുന്നു. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ചവിട്ടി കുത്താടാ. ഒരു മസാല പടം പോലെ പോലും ഏത് മസാല പടമൊന്നും ഇല്ല. അവനോട് ചോദിച്ചു നോക്ക്. ഒന്നുമില്ല പറയാൻ വേണ്ടി ഒന്നുമില്ല. ഇടിയും വെടിയും കാണാൻ വരുന്ന ഒന്നുമില്ല. അടിയല്ല, യാഷിന്റെ വേറെ പരിപാടിയൊക്കെ അതേ ഉള്ളു, വേറെ ഒന്നുമില്ല. ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത്രയും ലോകങ്ങളുള്ള താൻ മണ്ടത്തരാ കാണിച്ചത്. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഈ യാഷിന്റെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറെ ഇന്റിമേറ്റ് സീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതിലും നല്ലത് വല്ല ബ്രേസസിലൊക്കെ അക്കൗണ്ട് തുടങ്ങണം. അവർ ഇതിലും നല്ല സീൻ മര്യാദയ്ക്ക് എടുത്തു.
ഒരു കാര്യം പറയാം, എന്താണ് പിന്നെ പീസൽ ഇറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ പണം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടുകൊണ്ട് വരണം, അല്ലെങ്കിൽ പണി പാളും. ടോക്സിക് എന്നുള്ളത് പിന്നാലെ തുമ്പിയെന്ന് മാത്രം ഇട്ടാൽ മതി കാര്യം. ഫുൾ മാർക്ക് അതിൽ നിനക്ക് അഭിമാനിക്കാൻ വളരെ മോശം എക്സിക്യൂഷൻ, മോശം കഥ, മോശം തിരക്കഥ, മോശം അഭിനയം, എല്ലാം കൊണ്ട് ഒരു മോശം ഇതാണ്. ഇതാണ് അവസ്ഥ. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? സാറേ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടെന്നാ തോന്നണേ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാറങ്ങൾ വന്ന് മുമ്പിൽ പെടും. അധികം നീ ഇവിടെ എനിക്ക് വരുന്ന കരിക്ക് 20 മോദം കുത്തിയാൻ വെച്ചു. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ആരെ കെട്ടിക്കാനാണ് ഇതുപോലെ തീട്ടപ്പണം? ആരെ കെട്ടിക്കാൻ? കാണാൻ പോയ എല്ലാ ആൾക്കാരും മുമ്പി. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ, ഞാനിനി മര്യാദ പഠിച്ച് പാസ്സായിട്ട് വേണം സാറിനോടൊന്ന് സംസാരിക്കാൻ. ഗീതു മോഹൻദാസ് ഇതുപോലെ തീട്ടപ്പടം മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. നിങ്ങള് മലയാളത്തില് ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയിട്ട് കന്നഡയിൽ പോയിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഒറ്റക്കാരെ പറയാനുള്ളൂ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുത്. മനസ്സിലായോ? രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഓർക്കണം, ഓർത്താൽ നന്ന്. ടോക്സിക് എന്നെ സംബന്ധിച്ച് ഒന്നും തരാതെ പോയ ഒരു സിനിമയാണ്. വാട്ട് എ വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാൻ ഫീൽ ചെയ്യുന്നത്. ഒറ്റ വാക്കി പറഞ്ഞ മോനെ തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. I'm going to do the biggest film of the country with the best actor and the greatest stardom. രാജമൗലിക്കും ജെയിംസ് കാമറിനും പുതിയ വെല്ലുവിളി ഗീതു മോഹൻദാസ്. കോടികൾ മുടക്കി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായിക അഭിനേത്രി ഗീതു മോഹൻദാസിൻ്റെ കാട്ടപരാധ സിനിമ. ഇതിൻ്റെ ഒരു പബ്ലിക് റിയാക്ഷനും അതുപോലെ തന്നെ റിവ്യൂ റിയാക്ഷനൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ അതിനകത്ത് കയറി ഇരുന്നിട്ട് സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് വരെ കളി വെടി പൊഹ. ഇതല്ലാതെ ഇതിനകത്ത് വേറൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് റിവഞ്ച് വരും, മകം വരും, സിനിമ വേറൊരു ലെവലിലേക്ക് പോകുമെന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിലും വലിയൊരു അപരാധമായിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടത്. പക്ഷേ ഞാൻ ഒരുപാട് ചിരിച്ചു. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രേക്ഷകർ അവിടുന്ന് ഇടുന്ന ഓരോ കൗണ്ടർ കേട്ടിട്ട് ചിരിച്ച് പണ്ടാരടങ്ങിയ ഒരു സിനിമ വേറെ ഇല്ലെന്ന് വേണം പറയാൻ. 4 വർഷം യാഷിൻ്റെ കഠിന പ്രയത്നം, ഇതുപോലത്തെ ഒരു അപരാധത്തിന് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശിവനെ സഹിക്കാൻ പോയി. അൺസൈക്കബിൾ ആയിരുന്നു കേട്ടോ സിനിമ. എന്തായാലും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിരുന്ന് അനുഭവിക്കുക എന്നല്ലാതെ വേറൊന്നും ഇതിനെക്കുറിച്ചിട്ട് പറയാനില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.